മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. സിനിമയുടെ ഇതുവരെ വന്ന എല്ലാ അപ്ഡേറ്റുകളും വലിയ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി സിനിമയെക്കുറിച്ച് ഒരു അപ്ഡേറ്റുകളും പുറത്തുവരാത്തത് ആരാധകരെ ഏറെ നിരാശയിലാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെച്ചുവെന്ന് പോലും സമൂഹമാധ്യമങ്ങളിൽ ചർച്ച നടക്കുകയാണ്. ഇതിനെക്കുറിച്ച് പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. ആശീർവാദ് സിനിമാസും തമിഴിലെ മുൻനിര സിനിമാ നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. സിനിമയുടെ കേരള വിതരണാവകാശം ആശീർവാദ് സിനിമാസിനാണ്. അതേസമയം സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ലൈക്കയുടെ പക്കലും. ലൈക്ക പ്രൊഡക്ഷൻസിന്റേതായി മുൻപ് പുറത്തിറങ്ങിയ ഇന്ത്യൻ 2 ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു. ഈ സിനിമയുടെ നഷ്ടം നികത്താതെ ലൈക്കയുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്നാണ് ഒരു തിയറിയിൽ പറയുന്നത്. ഇത് കാരണമാണ് എമ്പുരാന്റെ റിലീസ് ഇപ്പോൾ അനിശ്ചിതത്വം നേരിടുന്നതെന്നും പ്രേക്ഷകർ കുറിക്കുന്നുണ്ട്. അതേസമയം ആശീർവാദ് സംബന്ധിച്ച സിനിമ OTT ഓവർസീസ് മറ്റു ഭാഷകളിലെ ഡിസ്ട്രിബ്യൂഷൻ തുകകളോട് ലൈക്കയ്ക്ക് യോജിക്കാനാകുന്നില്ല എന്നതും അതുകൊണ്ടാണ് സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തുവരാത്തതെന്നുമാണ് മറ്റു ചിലർ പറയുന്നത്. എന്തായാലും പ്രശ്നങ്ങൾ എല്ലാം വേഗത്തിൽ പരിഹരിച്ച് ചിത്രം മാർച്ച് 27 തന്നെ പുറത്തിറങ്ങുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അതേസമയം OTTയിൽ നിന്ന് സിനിമയ്ക്ക് 70 കോടി ഓഫർ ലഭിച്ചുവെന്നും എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻസ് 90 കോടി വേണമെന്ന് ആവശ്യപ്പെട്ടതുമൂലം റിലീസ് വൈകുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിൽ ലൈക്കയുടെ പേരില്ലാതെ പടം റിലീസ് ചെയ്ത് ലാഭവിഹിതം അവർക്ക് നൽകാമെന്നാണ് ആശീർവാദ് വ്യക്തമാക്കുന്നത്. ഒപ്പം സിനിമയുടെ വിതരണത്തിനായി ഹൊംബാലയായും ധർമ്മ പ്രൊഡക്ഷൻസായും ആശീർവാദ് ചർച്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇതൊക്കെ പ്രൊമോഷൻ തന്ത്രങ്ങൾ മാത്രമാണെന്നും സിനിമ സജീവമായി ചർച്ചയിൽ നിൽക്കാൻ വേണ്ടിയാണെന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും മാർച്ച് 27 നിന്ന് സിനിമയുടെ റിലീസ് മാറ്റിയത് സംബന്ധിച്ച ഇതുവരെ ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ അറിയിപ്പൊന്നും തന്നെ നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.